ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇഫ്താർ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു നേന്ത്രപ്പഴം അരിഞ്ഞത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 10-12 അണ്ടിപ്പരിപ്പ് സോക്ക് ചെയ്തത് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു 5-6 ഈത്തപ്പഴം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ 1 കപ്പ് പാല്, അതായത് ഇതെല്ലാം കൂടി അരയാനുള്ള പാല് മാത്രം ഒഴിക്കുക. തണുത്ത പാലാണ്. പിന്നെ അതിലേക്ക് 1 കപ്പ് ആവശ്യത്തിനുള്ള പഞ്ചസാര. ഇതെല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇനി നമ്മളിതിലേക്ക് തണുത്ത കട്ടപ്പാലും കൂടി ചേർക്കുന്നത് ബാക്കിയുള്ളത്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കൊക്കോ പൗഡർ ഇട്ടോ. കൊക്കോ പൗഡർ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ ഇതിലൊരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഷേക്ക്, അല്ലെങ്കിൽ ബനാന ജ്യൂസ് എന്ന് പറയാം അതിന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ്. എല്ലാവരും ഇഫ്താറിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളതാണ്. അടിപൊളി ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.